ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓണമൊക്കെ അടുത്തിരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് ഓണം വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ബന്ധുക്കളുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡ് അമ്മയ്ക്കോ എല്ലാവർക്കും നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കും ഓണത്തിന്. അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റിയ കുറച്ച് സാരീസാണ് നമ്മളിന്ന് കാണാൻ പോണത്. എല്ലാം ബഡ്ജറ്റിലുള്ള സാരീസാണ്. അപ്പം നമുക്ക് മേടിക്കാൻ അധികം വിലയില്ല, എന്നാൽ നല്ലപോലെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന സാരീസും പല ഏജിലെന്ന് വെച്ചാൽ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ബ്രൈറ്റ് ഷെയ്ഡ്സും ഉണ്ട്. അതുപോലെ തന്നെ പ്രായം കൂടിയ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ലൈറ്റർ ഷെയ്ഡ്സും ഉണ്ട്. അതിൻ്റെ അകത്ത് വളരെ ലൈറ്റ് ഷെയ്ഡ് ത്രെഡും യൂസ് ചെയ്ത് എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഓരോരോ സാരീസായിട്ട് കണ്ടു നോക്കാം. ഇതെല്ലാം ഇന്നത്തെ സാരീസ് എല്ലാം സിൽക്കി കോട്ടയും നെറ്റ് കോട്ടയൊക്കെയാണ്, നോയിൽ കോട്ട അങ്ങനത്തെയൊക്കെയുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിനകത്തൊക്കെ സിമ്പിളായിട്ടുള്ള എംബ്രോയിഡറീസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു വാടാമുല്ല കളറുള്ള ഒരു സാരിയാണ്. അപ്പോൾ അത് പ്രായം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഉടുത്താൽ നല്ല ഇപ്പോൾ എല്ലാം ഉടുക്കുന്നവരെല്ലാവരും നല്ല കോൺട്രാസ്റ്റ് കളേഴ്സ് ഒക്കെയാണല്ലോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സാരി. ഇതിൻ്റെ അകത്ത് ഇത് സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഡബിൾ ഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് ബൂളിയൻ നോട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസി വെച്ചിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മുടെ ഫ്ലവർ പാറ്റേൺ ആണ് മുന്താണിയുടെ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മറു സൈഡിൽ ഒരു കുഞ്ഞു ഡിസൈനുമാണ്, ഒരു സിംഗിൾ ഫ്ലവറുമാണ് മറു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ രണ്ടെണ്ണം ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഞെറിഞ്ഞെടുക്കുമ്പം 3 എണ്ണമാണ് വരുന്നത്. ഫ്രണ്ടിൽ 3 എണ്ണമാണ് വരുന്നത് ഇതുപോലത്തെ. അത് കഴിഞ്ഞിട്ട് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഉള്ളത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ എംബ്രോയിഡറി. ഫ്രണ്ടിൽ 3 എണ്ണം, കാലിൻ്റെ അവിടെ ഒരെണ്ണം, മുന്താണിയിൽ ഒരു വലുത്, പിന്നെ റണ്ണിങ് പോർഷനിലും അതുപോലെ തന്നെ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിലും ഓരോ സിംഗിൾ ഫ്ലവർ വെച്ച് 3 സിംഗിൾ ഫ്ലവേഴ്സും വലിയ ഡിസൈന് 5 എണ്ണമാണ് ഉള്ളത്. മൊത്തത്തിൽ ഈ സാരിയിൽ അത്രയാണ് വരുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1400 ആണ്. അപ്പോൾ വളരെ ബഡ്ജറ്റിൽ വരുന്ന സാരിയാണ്. 1400 റുപ്പീസിൽ ഇത്ര എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന വളരെ നല്ലൊരു കളറുള്ള സാരിയാണ്. അടുത്തത് വന്നിട്ട് നോയിൽ കോട്ടയാണ്. അതിൻ്റെ അകത്ത് റെഡ് കളറാണ്. ഇതൊരു ബ്രൈറ്റ് കളറാണ്. ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളറും റെഡും അല്ല കേട്ടോ. അതിൻ്റെ അകത്ത് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. നമ്മൾ ടെർക്കോയ്സ് ബ്ലൂ കളർ ത്രെഡ്, ആ കളറാണ് ത്രെഡിന് ഫ്ലവറിന് കൊടുത്തിരിക്കുന്നത്. നടുക്ക് യെല്ലോ കളറുമാണ്, ലെമൺ യെല്ലോ, നല്ല പഴുത്ത നാരങ്ങയുടെ ആ കളറാണ് യെല്ലോ കൊടുത്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിൽ ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ കളറാണ് കൊടുത്തിരിക്കുന്നത് ലീവ്സിന്. ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഡിസൈനാണ് നമ്മൾ മുന്താണിയുടെ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. മറു സൈഡിൽ ഡിസൈനിങ് ഇല്ല. പിന്നെ വന്നിട്ട് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതിലത്തെ ഒരു കുഞ്ഞു പോർഷനാണ് തയ്ച്ചിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഫ്ലവേഴ്സിന് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ കടായിക്കമ്മലിൻ്റെ 3 ലൈൻസ് ആയിട്ടുള്ള ഇതാണ് സ്റ്റിച്ചാണ്, വീവിങ് പാറ്റേൺ ആണ് നമ്മളിവിടെ ഈ കുഞ്ഞു ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബഡ് പോലെയുള്ളതിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലത്തെ ഒരു വലിയ പാറ്റേൺ, ഒരു കുഞ്ഞു പാറ്റേൺ, പിന്നെ ഒരു വലിയ പാറ്റേൺ, അങ്ങനെയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു വലിയ പാറ്റേൺ ഉണ്ട്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് സെയിം കളർ ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലൂ ഇട്ടാൽ നല്ല കോൺട്രാസ്റ്റ് ആയി പോകും. അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ റെഡ് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഇതിന് സിൽക്കി കോട്ടയുടെ ഒരു റെഡ് മെറ്റീരിയൽ വെച്ചിട്ട് ബ്ലൗസ് തയ്ച്ചാൽ കുറേയും കൂടെ നല്ലതായിരിക്കും ബ്ലൂ ഇടുന്നേക്കാളും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാരി. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ്. അടുത്തത് വന്നിട്ട് ഒരു സിൽക്കി കോട്ട സാരിയാണ്. അത് ഒരു ബ്രൗൺ കളർ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡിനകത്ത്
പിങ്കിൻ്റെ തന്നെ മൾട്ടിപ്പിൾ കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ഒരു എൽ ഷേപ്പിലാണ് മുന്താണിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലേസി ഡേസി ആണ് ഫ്ലവേഴ്സ്. അതിൻ്റെ അകത്ത് ബേബി പിങ്ക് ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ് പിങ്ക് ഉണ്ട്, ലൈറ്റ് പേർപ്പിൾ ലാവൻഡറിൻ്റെ കുറച്ചും കൂടെ ഡാർക്ക് ലാവൻഡർ ഷെയ്ഡും ഉണ്ട്. ആണ് നമ്മൾ ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലേസി കുറേ വലിയ ഫ്ലവറും ഉണ്ട്, കുഞ്ഞു ഫ്ലവേഴ്സും. ലീവ്സൊക്കെ ഹെയർ ആൻഡ് ബോൺ ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു മുന്താണിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുവരെ ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലോട്ട് വന്നപ്പം കുറച്ച് അധികം നല്ലോണം അടുപ്പിച്ച് നിറച്ചും വർക്ക് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിറച്ചുമായിട്ട് വർക്ക് കാണുന്ന മാതിരിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കാലിൻ്റെ അവിടെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ കുറച്ച് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തുനിന്ന് മേളിലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു കാലിൻ്റെ ആ ഒരു പോർഷനിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഇതും റെഡി ഫോർ സീലാണ്. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ബ്ലൗസ് പീസ് ഇടുവാണെങ്കിൽ ഈ ബേബി പിങ്കോ അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് പിങ്കോ ഇട്ടാൽ നല്ലതായിരിക്കും. ലാവൻഡർ ഇടുന്ന അത്രയ്ക്ക് സ്യൂട്ടബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബേബി പിങ്കോ അല്ലെങ്കിൽ പിങ്കോ ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1550 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് ഈ ഒരു കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രായമായ ആൾക്കാർക്കും പറ്റുന്നതാണ്. ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളറല്ല. അടുത്ത കളറും അതുപോലെ തന്നെയാണ്, ഒരു ലൈറ്റ് ചിക്കു ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കടായി കമ്മലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലോണം വർക്ക് വരുന്ന ഒരു സാരിയാണ്. എന്നുവെച്ചാൽ ലൈറ്റ് ഷെയ്ഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബേബി പിങ്ക് കളറാണ് കടായി കമ്മൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് പിങ്ക് യൂസ് ചെയ്തിട്ടാണ് നടുക്ക് നമ്മൾ ഇത് പൂവിൻ്റെ നടുക്ക് തയ്ച്ചിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിൽ ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളറല്ല ലീവ്സിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലെ ഒരു ഫ്ലവറാണ്, ഒരു കടായി കമ്മലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിൽ വന്നിട്ട് ഇതുപോലെ 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഒന്ന് തയ്ച്ച് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത്. 2 ഡിസൈനാണ് ചെസ്റ്റിൽ വന്നിരിക്കുന്നത്. പിന്നെ കാലിൻ്റെ പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കാലിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തേച്ചാൽ മതി. ഇതിൻ്റെ റേറ്റ് 1750 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്തത് ഏറ്റവും അവസാനത്തെ സാരിയാണ്. ഇതിപ്പോൾ കാണിച്ചത് സിൽക്കി കോട്ടയാട്ടോ. ഏറ്റവും അവസാനത്തെ സാരി ഒരു ഗ്രേ സിൽക്കി കോട്ടയാണ്. അതിൻ്റെ അകത്തൊരു പീച്ച് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്, പീച്ച് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനാണ് ഗ്രേയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഗ്രേ കളർ സാരിയിൽ മുന്താണിയിൽ വന്നിരിക്കുന്നത്. ഇതൊരു ബൂളിയൻ നോട്ടാണ്, നല്ല തിക്കായിട്ട് ബൂളിയൻ നോട്ട് ചെയ്തിരിക്കുക. കുറേ പെറ്റൽസ് ഉണ്ട്, വലിയൊരു ഫ്ലവർ, പിന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ്. ലേസി ഡേസിയാണ് ലീവ്സ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സാണ് തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ 2 ഇൻഡിവിജ്വൽ ഫ്ലവർ റണ്ണിങ് പോർഷനിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് നമ്മൾ ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റ് പോർഷനിലും ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് 2 എണ്ണം ഞെറിഞ്ഞെടുക്കുമ്പോൾ കാണാനായിട്ട് ഷോൾഡർ പ്ലീറ്റിൽ 2 ഇൻഡിവിജ്വൽ ഫ്ലവർ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി 3 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുണ്ട്. ഈ ഒരു സാരിയിൽ കുറച്ചും കൂടെ എടുപ്പ് കിട്ടണമെങ്കിൽ പീച്ച് കളർ സിൽക്കി കോട്ട തന്നെ ബ്ലൗസ് പീസ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ചും കൂടെ ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആക്കി മാറ്റണമെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡിലുള്ള ലെയർ ആയിട്ടുള്ള മുത്തുമാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സാരിയും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1800 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതൊക്കെയാണ് ഇന്നത്തെ സാരീസ്. സിൽക്കി കോട്ടയും നോൾ കോട്ടയും എല്ലാം ബഡ്ജറ്റഡ് ആയിട്ടുള്ള സാരീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയിരിക്കും. അപ്പോൾ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.